നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒന്ന് പുറത്തോട്ട് പോകാൻ നിൽക്കുകയാണ്. ഒരു കൊറിയർ ഉണ്ട്, അത് കൊടുക്കാൻ പോണു. സെക്കൻഡ് എന്ന് പറഞ്ഞാൽ റിംഗ് ലൈറ്റിൻ്റെ സ്റ്റാൻഡിൽ കണക്ട് ചെയ്യുന്ന സാധനം പൊട്ടിപ്പോയി കേട്ടോ. പൊട്ടിയത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഒരു ദിവസം ഞാനും ഏട്ടൻ കൂടി വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. കുറേ നാളായിട്ടോ വീഡിയോ എടുത്തിരുന്നപ്പം ഏട്ടൻ എന്തോ പറഞ്ഞ് എനിക്കും ഇഷ്ടമായില്ല. ഞാനിപ്പോൾ റിംഗ് ലൈറ്റിൻ്റെ ദേഷ്യത്തിൽ ഇങ്ങനെ തള്ളി നീക്കിയപ്പോൾ റിംഗ് ലൈറ്റ് താഴെ വീണു, പൊട്ടി. ഭാഗ്യത്തിന് ലൈറ്റ് പൊട്ടിയില്ല, അത് കണക്ട് ചെയ്യുന്ന സാധനം മാത്രമേ പൊട്ടിയുള്ളൂ. പക്ഷേ ഈ സാധനം നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് വാങ്ങാൻ കിട്ടില്ല, ഇത് ചെയ്തെടുക്കണം. അങ്ങനെ മണക്കാട് എവിടെ ഒരു സ്ഥലത്ത് ഇത് ചെയ്ത് തരുമെന്ന് പറഞ്ഞു. അങ്ങനെ ഇന്നലെ ആയിട്ട് ഇത് കൊണ്ടുപോയി. അപ്പോൾ ഫുൾ അവർക്ക് ലൈറ്റ് കൂടെ കാണണമെന്ന് പറഞ്ഞു. അങ്ങനെ ലൈറ്റും സാധനമായിട്ട് കൊണ്ടുപോവാണ്. പിന്നെ മീൻമുട്ട കഴിക്കാനായിട്ട് കുറേ ദിവസമായിട്ട് നമ്മൾ നടക്കില്ലേ, പോകാൻ പറ്റിയില്ല. അപ്പോൾ ഇന്ന് കുറച്ച് സമയമുള്ളതുകൊണ്ട് മീൻമുട്ട ഉണ്ടെങ്കിൽ നമുക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ പാളയത്ത് അവിടെ ക്ലീൻ ചെയ്ത് കൊടുക്കുമ്പോൾ മീൻമുട്ട വേണ്ടാത്തത് ഇങ്ങനെ അവർ ചിലർക്ക് വേണ്ടാന്ന് പറയും. അതിനെ അവർ മാറ്റി നമ്മൾ പോലുള്ള വേണമെന്നുള്ളവർ ചെല്ലുമ്പോൾ തരും കേട്ടോ. ചിലർക്ക് മീൻമുട്ട എന്നൊക്കെ കേൾക്കുമ്പോൾ അയ്യേന്ന് തോന്നും, പക്ഷേ എനിക്കും വേദയ്ക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ മീൻമുട്ട ഉണ്ടെങ്കിൽ മീൻമുട്ട വാങ്ങിച്ച് ഏതൊക്കെ കൊടുത്തിട്ട് നമുക്ക് വരാം. അങ്ങനെ നമ്മുടെ റിംഗ് ലൈറ്റും കൊണ്ട് ഞാൻ പോവാണ്. ഞാനും ഏട്ടനുണ്ട് കേട്ടോ. അപ്പോൾ ലൈറ്റ് ഞാനെങ്കിലും പിടിച്ചുകൊണ്ടിരുന്നാലേ കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. കുറേ നാളുകളായി അത് ചീത്തയായിട്ട്. ഇന്ന് പോവാം, നാളെ പോവാം, ശരിയാക്കാൻ പോവാമെന്ന് പറഞ്ഞിരുന്നിട്ട് ഇത്രയും ദിവസമായിട്ട് നടന്നില്ല. ഇന്ന് രണ്ടും കൽപ്പിച്ച് ഇന്നലെ ഏട്ടൻ പോയട്ടോ. അപ്പോൾ ബാബാസിൽ ഇതിനിടയ്ക്ക് മൈക്ക് സർവീസിന് കൊടുത്തപ്പോൾ ചെന്ന് അന്വേഷിച്ചപ്പോൾ അവിടെ ഈ സാധനം കിട്ടത്തില്ല, പുറത്ത് ലയത്തിൽ കൊടുത്തുകൊണ്ട് ചെയ്യിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ അതെവിടെയാണെന്ന് അന്വേഷിച്ചപ്പോൾ മണക്കാട് ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിനടുത്തായിട്ട് ഇതൊക്കെ ചെയ്യുന്ന ഒരു ചേട്ടൻ്റെ കട ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെയായിട്ട് ഇന്നലെ കൊണ്ടുവന്നപ്പോൾ പറഞ്ഞു പുള്ളിക്ക് റിംഗ് ലൈറ്റ് കൂടെ കണ്ടാലേ ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഇന്ന് റിംഗ് ലൈറ്റും കൊണ്ട് വന്നത് കേട്ടോ. ഇത് ഇനിയും മാറ്റി വെച്ചാൽ വീണ്ടും നീണ്ടു പോവും. അങ്ങനെ കാണിച്ചപ്പോൾ ചേട്ടൻ പറഞ്ഞു ഒരു മണിക്കൂർ സമയം വേണം, എന്തോ ഒരു സാധനം ഇല്ല, അതിന് ചെയ്തൊക്കെ എടുക്കണമെന്നോ വാങ്ങണമെന്നോ എന്തോ പറഞ്ഞിട്ട് 1 മണിക്കൂർ സമയം വേണമെന്ന് പറഞ്ഞു. കുഴപ്പമില്ല, ഇന്ന് തന്നെ കിട്ടുമല്ലോ, അല്ലാതെ ഇത് കൊടുത്തിട്ട് പോയാൽ പിന്നെ വാങ്ങലും നടക്കത്തില്ല. ഇന്ന് തന്നെ കിട്ടുമല്ലോ എന്ന് കരുതിയിട്ട് അത് കൊടുത്തിട്ട് തൊട്ടടുത്താട്ടോ ശ്രീവരാഹത്താണ് കൊറിയർ കൊടുക്കാനുള്ളത്. കൊറിയറും കൊടുത്ത് മീൻ മുട്ടയൊക്കെ ഉണ്ടെങ്കിൽ വാങ്ങിച്ചിട്ട് വരുമ്പോൾ സാധനം സെറ്റായിരിക്കുമല്ലോ എന്ന് കരുതി അവിടെ കൊടുത്തിട്ട് വന്നു കേട്ടോ. ഇവിടെ എല്ലാ സെറ്റപ്പും ചെയ്യും. റിംഗ് ലൈറ്റിൻ്റെ പൊട്ടിയത് മാത്രമല്ല, ക്യാമറ സ്റ്റാൻഡ്, മറ്റ് സ്റ്റാൻഡ്, എല്ലാ സ്റ്റാൻഡും ഒക്കെ ചേട്ടൻ ചെയ്ത് കൊടുക്കും. എന്തൊക്കെയോ വലിയ മെഷീൻസൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ. ഞാൻ ഇതൊക്കെ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇതുണ്ടാക്കുന്ന സ്ഥലം ഇവിടെ ഇങ്ങനെ നമ്മുടെ ട്രിവാൻഡ്രത്ത് തന്നെ ഉണ്ട് എന്നുള്ളത് എനിക്കിപ്പോഴാണ് അറിയാവുന്നത് കേട്ടോ. എല്ലായിടത്തും ഉണ്ടാവാം, പക്ഷേ എനിക്കറിയത്തില്ലായിരുന്നു. ഞാൻ വളരെ അതിശയത്തോടെയാണ് അത് നിന്ന് കണ്ടത് കേട്ടോ. ശരി, അങ്ങനെ ചേട്ടൻ്റെ കൊടുത്തിട്ട് തൊട്ടടുത്തല്ലായിരുന്നോ കൊറിയർ കൊടുത്തു. ഇപ്പം നമ്മൾ അതുവഴി വന്നതുകൊണ്ടാണ് കൊടുത്തത്. പിന്നെ നമുക്ക് വീടിന് തൊട്ടടുത്തൊക്കെ ആണെങ്കിൽ അങ്ങനെ കൊടുക്കും. പിന്നെ നമ്മൾ ഇതുപോലെ എവിടെയെങ്കിലുമൊക്കെ പോകുന്ന സ്ഥലത്താണ് അഡ്രസ്സ് വരുന്നതെങ്കിൽ അങ്ങനെ കൊടുത്തിട്ടൊക്കെ പോകും കേട്ടോ. അല്ലെങ്കിൽ എല്ലാം പോസ്റ്റ് വഴിയാണ് അയക്കുന്നത്. സാധാരണ DTDC വഴിയാണ് അയച്ചുകൊണ്ടിരുന്നത്. പല സ്ഥലങ്ങളിലും DTDC എത്താനുള്ള ബുദ്ധിമുട്ടുണ്ട്. പോസ്റ്റിലാകുമ്പോൾ കറക്റ്റ് നമുക്ക് ആ ലൊക്കേഷനിൽ അവരെത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് പോസ്റ്റൽ വഴിയാണ് അയക്കുന്നത്. അതുപോലെ തന്നെ ഓൾ ഇന്ത്യ ഫ്രീ ഡെലിവറിയാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. മുന്നേ ഞാൻ കേരളത്തിന് പുറത്ത് പെയ്ഡാണ് ചെയ്തുകൊണ്ടിരുന്നത്. കേരളത്തിന് പുറത്തുള്ളതിനെല്ലാം കൊറിയർ ചാർജ് വാങ്ങിച്ചുകൊണ്ടിരുന്നു. പക്ഷേ ഇപ്പോൾ കേരളത്തിനകത്തും പുറത്തും ഓൾ ഇന്ത്യ ഫ്രീ ഡെലിവറിയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ കൊറിയർ ചാർജിന് ഒരുപാടാവും എന്ന് കരുതി നമ്മളെന്ന് വാങ്ങാതിരിക്കേണ്ട. കൊറിയർ ചാർജ് ഇല്ല, ഫ്രീ ഷിപ്പിംഗ് ആണ്. അപ്പോൾ വേണമെങ്കിൽ വിളിച്ചാൽ മതി കേട്ടോ. ഇതിനിടയ്ക്ക് വസ്ത്രയ്ക്ക് ഒരു ചെറിയ പ്രൊമോഷൻ. അപ്പോൾ നമ്മൾ ആ സാധനം കൊടുത്തിട്ട് ഇതേ കൊറിയർ കൊടുക്കാൻ പോവാണ്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ എന്നോട് ചേച്ചി നമ്മുടെ വീഡിയോസൊക്കെ സ്ഥിരം കാണുന്ന ആളാണ് കേട്ടോ. അപ്പം ഡോബിയുടെ കാര്യം ഇങ്ങനെ നമ്മുടെ ഡോബി ചീത്തയായിരിക്കുന്നു എന്നൊക്കെ കണ്ടിട്ട് പറഞ്ഞു. എൻ്റെ ഡോബിയും ചീത്തയായി, 9,000 രൂപ എൻ്റെ ബോർഡ് മാറ്റാനായിട്ട് ചോദിച്ചു എന്നൊക്കെ ആ ചേച്ചി ഇങ്ങനെ വിഷമത്തിൽ പറഞ്ഞു. അത് കേട്ടപ്പോൾ എൻ്റെ ചങ്കൊന്ന് ചെറുതായിട്ട് പിടഞ്ഞു. ദൈവമേ, എൻ്റെ ഡോബിക്ക് ഇനിയിപ്പോൾ ഇന്ന് സർവീസിന് ആൾ വരാമെന്ന് പറഞ്ഞ് രാവിലെ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ ഡോബിക്ക് ഇനി അതുപോലെ പൈസ ആവുമോ? ഇല്ല, ചെറിയ ചാർജിങ്ങിൻ്റെ പ്രശ്നം മാത്രമേ ഉള്ളൂ. അത് ഒരു 13% നിൽക്കുന്നു. അങ്ങോട്ടും ഇല്ല അങ്ങനെ നിൽക്കുക കേട്ടോ. അപ്പോൾ ഞാൻ കരുതി ചാർജിങ്ങിൻ്റെ ഒരു ചെറിയ പ്രശ്നമല്ലേ, എന്തായാലും പുള്ളി വരട്ടെ എന്നുള്ള സമാധാനത്തിൽ ഞങ്ങൾ നേരെ പാളയം മാർക്കറ്റിൽ പോയി. ചെറിയ വെയിലും ചെറിയ മഴക്കാറൊക്കെ ഉണ്ട്. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ മഴക്കാറായിരുന്നു. അതുകൊണ്ടാണ് 2 വീലറും എടുത്ത് ഇറങ്ങിയത്. അപ്പോൾ ഇവിടെയൊക്കെ വന്നപ്പോൾ ചെറിയ വെയിലൊക്കെ ഉണ്ട്, എങ്കിലും വലിയ കാഠിന്യം വെയിലിനില്ല കേട്ടോ. അപ്പോൾ പാളയം മാർക്കറ്റിൽ പണി നടക്കുകയാണ്. എന്തൊക്കെയോ മാർക്കറ്റ് റിനോവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അത് ഇപ്പുറം സൈഡിലേക്കാണ് ഇപ്പോൾ മാർക്കറ്റും എല്ലാവരും ഒക്കെ ഇരിക്കുന്നത്. അപ്പോൾ ഇവിടെ മീൻ വാങ്ങിയിട്ട് വെട്ടുന്ന ചേച്ചിമാർ ഉണ്ട്. ആ ചേച്ചിമാരുടെ അടുത്ത് ചോദിച്ചാലാണ് മീൻമുട്ട കിട്ടുന്നത്. അതായത് ഇപ്പോൾ ഞാൻ മത്തി മീൻ വാങ്ങിയെന്ന് വെക്കുക. അപ്പോൾ എനിക്ക് മീൻമുട്ട വേണ്ട, മീൻ മാത്രം ക്ലീൻ ചെയ്ത് തരാൻ പറഞ്ഞാൽ അവർ മുട്ട മാറ്റിയിട്ട് ക്ലീൻ ചെയ്ത് തരും. ആ മുട്ട അവർ വിൽക്കാനായിട്ട് വയ്ക്കും. അപ്പോൾ അതാണ് നമ്മൾ വാങ്ങുന്നത്. എനിക്കൊക്കെ മുട്ട ഭയങ്കര ഇഷ്ടമാണ്. ചിലർക്ക് മീൻമുട്ട എന്ന് കേൾക്കുമ്പോഴേ ഭയങ്കര സ്മെല്ലാവും എന്നൊക്കെ പറയും. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്കും ചീമയ്ക്കും അച്ഛനും അമ്മയ്ക്കും വേദയ്ക്കും ഒക്കെ ഇഷ്ടമാണ് കേട്ടോ.
മുന്നേ വേദ കഴിക്കത്തില്ലായിരുന്നു. അതുകൊണ്ട് കോളായിരുന്നു കേട്ടോ. വീട്ടിൽ മത്തിയോ അങ്ങനെ എന്തെങ്കിലും വാങ്ങിച്ചാൽ അത് ഫുള്ള് ഞാൻ കഴിക്കും. ഇപ്പോൾ വേദ കഴിക്കും. അതുകൊണ്ട് പിന്നെ എനിക്ക് കിട്ടത്തില്ല. അതുകൊണ്ട് ഇതുപോലെ വാങ്ങാമെന്ന് പറഞ്ഞ് വന്നതാണ്. ഒരു സാധനം മീൻ മുട്ടയില്ല കേട്ടോ. ജസ്റ്റ് ഒരു ചേച്ചിയോട് ചോദിച്ചപ്പോൾ ഇപ്പോൾ കൊടുത്തതേ ഉള്ളൂ എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി. മീനൊക്കെ നിറയുണ്ട്. മത്തി മീനൊന്നും ഇല്ല. പിന്നെ വലിയ ചൂര മീനിൻ്റെയൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ മുട്ടയൊക്കെ ഉണ്ടാവും കേട്ടോ. അത് ഉണ്ടായിരുന്നു. ജസ്റ്റ് മിസ് കഴിഞ്ഞു എന്ന് പറഞ്ഞു. അവിടെ മീൻ വെട്ടിക്കൊണ്ടിരുന്ന എല്ലാ ചേച്ചിമാരോടും ചോദിച്ചു മീൻ മുട്ടയുണ്ടോ, മീൻ മുട്ടയുണ്ടോ. ആരുടെ കയ്യിലും ഇല്ല. എനിക്ക് വലിയ മീനിൻ്റെ ചൂരമീൻ്റെയൊക്കെ മുട്ടയെക്കാട്ടി ഇഷ്ടം നമ്മുടെ മത്തിയുടെ കുഞ്ഞു മുട്ടയാണ് ഇഷ്ടം. നമ്മുടെ ഇവിടെ ട്രിവാൻഡ്രത്ത് പരു എന്ന് പറയും കേട്ടോ. മീനിൻ്റെ പരു എന്ന് പറയും. നിങ്ങളുടെ നാട്ടിൽ എന്താണ് പറയുന്നതെന്നുള്ളത് കമൻറ്റ് ചെയ്യുക. ചിലർ പരിങ്ങിലെന്നോ അങ്ങനെ എന്തോ പറയല്ലേ. ചിലർ മീൻമുട്ട എന്ന് പറയും. മീൻമുട്ട എന്ന് പറയുന്നത് എല്ലാവർക്കും മനസ്സിലാവുന്നതുകൊണ്ടാണ് മീൻമുട്ട എന്ന് പറയുന്നത്. നമ്മൾ ചോദിക്കുന്നത് മീനിൻ്റെ പരു ഉണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ ഇല്ല, ഉണ്ടെങ്കിലും ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയും. പക്ഷേ ഇപ്പോൾ സംഭവം ഇല്ല കേട്ടോ. എനിക്ക് സത്യമായിട്ട് ഭയങ്കര വിഷമം. കഴിഞ്ഞ ദിവസം മത്തി വാങ്ങിച്ചപ്പോൾ നല്ല വലിയ മീൻമുട്ടായിരുന്നു. അത് അത്രയും വേദന കഴിച്ച കേട്ടോ. എനിക്ക് കിട്ടിയില്ല. അപ്പോൾ എന്തായാലും ഇവിടെ കിട്ടുമല്ലോ എന്ന് പറഞ്ഞു വന്നു. കുറച്ചുകൂടി ചിലപ്പോൾ നേരത്തെ വന്നിരുന്നുവെങ്കിൽ കിട്ടിയാണ്. നമ്മൾ വന്നപ്പോൾ കുറച്ച് ലേറ്റായി കേട്ടോ. പിന്നെ ഇവിടെ വേറെ വലിയ മീനൊക്കെ ഇരിപ്പുണ്ട്. ചൂര നെയ്മീനൊക്കെ ഇരിപ്പുണ്ട്. നമ്മൾ വാങ്ങിയില്ല കേട്ടോ. പണ്ട് പാളയം മാർക്കറ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സംഭവമായിരുന്നു. ഇപ്പോൾ അത്ര വലിയ സംഭവമൊന്നുമല്ല. പലവട്ടം വാങ്ങിയിട്ട് പോയിട്ടും പല പ്രാവശ്യവും പണി കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് അത്ര ഫ്രഷ് ആയിരിക്കില്ല. കാണുമ്പോൾ ഫ്രഷ് ആയിട്ടിരിക്കും, വീടെത്തുമ്പോൾ അത് ഫ്രഷ് ആയിരിക്കില്ല. അതുകൊണ്ട് ഇപ്പോൾ പാളയത്തുനിന്ന് അങ്ങനെ മീനൊന്നും വാങ്ങാറില്ല കേട്ടോ. പിന്നെ നമ്മളവിടെ കുറച്ച് സമയത്തൊക്കെ നോക്കിയിട്ട് കാണാത്തത് കൊണ്ട് തിരിച്ച് സാധനം മറ്റേ റിംഗ് ലൈറ്റിൻ്റെ ഇത് വാങ്ങാമെന്നും പറഞ്ഞ് പോവുകയാണ്. പോകുന്ന വഴിക്ക് ഒരു ജ്യൂസ് കടയിൽ നിർത്തി തരാൻ പറഞ്ഞ കേട്ടോ. ഒരു ജ്യൂസ് കടയിൽ നിർത്തി ഞാൻ എന്ത് കുടിക്കണം, ഷേക്ക് കുടിക്കണോ ജ്യൂസ് കുടിക്കണോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കൺഫ്യൂഷൻ അടിച്ച് കുറച്ച് സമയം നിന്ന് കേട്ടോ. നിന്നപ്പോൾ എല്ലാവരും സർബത്ത് ഇത്രയും വലിയ ഗ്ലാസ്സിൽ വാങ്ങി കുടിക്കുന്നു. അപ്പം ഞാൻ പറഞ്ഞു എനിക്കും വേണം ഒരു ഫ്രൂട്ട് സർബത്ത് എന്ന്. ചിലപ്പോൾ ഇത്രയും വലിയ ഗ്ലാസ്സിലെ ഫ്രൂട്ട് സർബത്ത് വാങ്ങിച്ചാൽ കുറേ വാട്ടർ മെലൺ മാത്രം ഉണ്ടാവും, ഒരു ടേസ്റ്റും ഉണ്ടാവത്തില്ല കേട്ടോ. അങ്ങനെ പ്രതീക്ഷിച്ചാണ് ഞാൻ വാങ്ങിച്ചത്. പക്ഷേ കുഴപ്പമില്ല കേട്ടോ, നല്ലതായിരുന്നു. വലിയ ഗ്ലാസ്സിൽ നിറയെ ഫ്രൂട്ട്സ്, ആപ്പിളും കാര്യങ്ങളൊക്കെ ഫ്രഷ് ആയിട്ട് അവർ അപ്പോൾ കട്ട് ചെയ്തിട്ടതാണ് കേട്ടോ. കാഷ്യൂസും ടൂട്ടി ഫ്രൂട്ടിയും ഒക്കെ ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു. വലിയ ഗ്ലാസ് ആയിരുന്നു. നമ്മുടെ SP ഫോർട്ട് ഹോസ്പിറ്റലിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള നിറയെ ഷേക്കും ജ്യൂസും ഒക്കെ കിട്ടുന്ന കടയാണ് കേട്ടോ. അപ്പോൾ വേദിക്ക് ഡാൻസ് ക്ലാസ് അവിടെ ഉണ്ടായിരുന്നപ്പോൾ അവിടെ നിന്ന് കിടക്കെ കുടിക്കാറുണ്ട്. അവിടെ പല വെറൈറ്റീസ് ഓഫ് ഷേക്കും ജ്യൂസസും അവൈലബിൾ ആണ്. വളരെ വില കുറവാട്ടോ. ഇത്രയും വലിയ ഗ്ലാസ് സർബത്തിന് 70 രൂപയുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ ഫ്രഷ് ആയിട്ട് അപ്പോഴും കട്ട് ചെയ്ത് തന്ന സാധനം കേട്ടോ. അങ്ങനെ സർബത്തൊക്കെ വാങ്ങിച്ച് കുടിച്ചിട്ട് പോയപ്പം സംഭവം റെഡിയായി. ഇതും വാങ്ങി നമ്മൾ നേരെ വീട്ടിലേക്ക് പോയേ. അപ്പോഴേ നമുക്ക് വസ്ത്രയുടെ സാരികൾ കണ്ടാലോ. 2 ദിവസമായിട്ട് നമ്മൾ സാരിയൊന്നും ഇടുന്നില്ലല്ലേ. അപ്പോൾ ഞാൻ 1-2 ഐഡിയാസ് കാണിച്ചു തരാം. ഇപ്പോൾ കോളേജിൽ പോകുന്ന കുട്ടികളോ അല്ലെങ്കിൽ ഓണത്തിനൊക്കെ ഒരുപാട് ഫംഗ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ അവർക്കൊന്ന് വെറൈറ്റി ആയിട്ട് ഒന്ന് സ്റ്റൈൽ ചെയ്യണമെങ്കിൽ ഇപ്പോൾ ഞാൻ വേദയ്ക്കാണെങ്കിലും ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു വെറൈറ്റി പിടിച്ചിട്ട് ചെയ്യാറുള്ളൂ കേട്ടോ. ഒരു സ്ഥിരം പാറ്റേൺ ചെയ്യില്ല. അങ്ങനെ ചെയ്യുന്ന ഒരുപാട് കുട്ടികളുണ്ട്. അങ്ങനെ ഫോട്ടോഷൂട്ടോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് 1-2 ഫോട്ടോസ് ഞാൻ കാണിച്ചു തരാം. ഒരുപാട് ഐഡിയാസ് ഉണ്ട്. ജസ്റ്റ് ഞാൻ 1-2 ഐഡിയാസ് കാണിച്ചു തരാവേ. ആക്ച്വലി ഈ ഫോട്ടോസ് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്യാമെന്ന് കരുതിയത്. കാരണം വേദയ്ക്ക് ഞാൻ എപ്പോഴും എന്തെങ്കിലും വെറൈറ്റി സാധനങ്ങളാണ് പിടിക്കാറ്. അതിടുമ്പോൾ എല്ലാവരും ചോദിക്കും ഇതെവിടെ നിന്നാ, എങ്ങനെയാ, ഏതാ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക, അതുപോലെ സ്റ്റിച്ച് ചെയ്യുക. മെറ്റീരിയൽ വേണമെങ്കിലും നമ്മൾ തരാം വസ്ത്രം. അപ്പോൾ ഈ കാണിച്ച ഐഡിയാസ് ഏതെങ്കിലും ഇഷ്ടമെങ്കിൽ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക, പതുക്കെ എടുത്താലും മതി കേട്ടോ. എന്നിട്ട് നമ്മുടെ ഈ ഒരു സാരി വാങ്ങിച്ച് നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുക കേട്ടോ. സാമൂദ്രിക പട്ട് സാരിയാണ്. ഇതിൽ ഞാൻ ഫോട്ടോഷൂട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നല്ല രസമായിരിക്കും. ഇതിൻ്റെ ബ്ലൗസ് വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത്. ഇത് നമുക്ക് ബ്ലൗസ് കൊടുത്തിട്ട് സ്ട്രഗ് ടൈപ്പ് ഇടണമെങ്കിൽ ഇതിൻ്റെ മുന്താണി ഇതാണ് വരുന്നത് കേട്ടോ. ഈ ഒരു ലീഫ് പോലത്തതാണ് മുന്താണി വരുന്നത്. അതിൽ നമുക്ക് സ്ട്രഗ് കൊടുക്കാം. ഈ ഫ്ലവർ പോലെ വരുന്നത് പാൻസ് കൊടുക്കാം. നമുക്ക് സ്കേർട്ടും ബ്ലൗസുമായിട്ട് വെറൈറ്റി സ്റ്റിച്ച് ചെയ്യാം. ദെൻ ഫ്രോക്ക് മോഡൽ സ്റ്റിച്ച് ചെയ്യാം. നല്ല ഫ്ലയേർഡ് ആയിട്ടൊക്കെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ള 6.25 മീറ്റർ ലെങ്ത് ഉണ്ട്. അപ്പോൾ വേണമെങ്കിൽ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞു തരാം, ചോദിച്ചാൽ മതിയേ. അത് കഴിഞ്ഞ് നമുക്ക് ഓണം സാരി, സെറ്റ് സാരി കാണാം. ഇത് ഞാൻ നേരത്തെ പറഞ്ഞു എന്ന് തോന്നുന്നു. നമ്മുടെ ഡീലർ എന്നെ നിർബന്ധിച്ച് എടുപ്പിച്ചൊരു സാധനമാണിത്. അവർ ഇപ്പോൾ ഫസ്റ്റ് ടൈം ചെയ്യുന്ന ഒരു പുതിയ മോഡലാണ്. അവർക്കവിടെ ഭയങ്കര ഇതുണ്ട് എന്നൊക്കെ പറഞ്ഞ് എന്നെ കൊണ്ട് നിർബന്ധിച്ച് എടുപ്പിച്ചതാട്ടോ. വലിയ കോളംസ് ഉണ്ട്. അതിനകത്ത് വലിയ മയിൽ നിൽക്കുന്നു. പിന്നെ ഒരു ചെറിയ ബോർഡറിൽ മയിൽ നിൽപ്പുണ്ട്. ടസൽസും ഒക്കെ വരുന്നതാണ് ഈ സാരിയുടെ മുന്താണിയായിട്ട് വരുന്നത്. ഈ സാരിയുടെ ബോഡി ഇതാണ്. കോളംസിനകത്ത് എല്ലാ കോളംസിലും മയിലില്ല, അവിടെ ഇവിടെയുള്ള കോളംസിൽ മയിലുണ്ട്. ബോർഡറിൽ മയിൽ വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ബ്ലൗസ് വന്നിട്ട് ഭയങ്കര സിമ്പിളാണ് കേട്ടോ. സിമ്പിളെന്ന് വെച്ചാൽ പ്ലെയിൻ ബ്ലൗസാണ്. ഇതാണ് ബ്ലൗസ് വരുന്നത്. സ്ലീവിൽ ഇതുപോലെ സെറി ബോർഡർ വരെ. ഇതാണ് നമ്മുടെ ഇന്നത്തെ ഓണം സാരി. അത് കഴിഞ്ഞ് വരുന്നത്
കല്യാണി കോട്ടൺ റസ്റ്റ് ഓറഞ്ച് കോഫി ബ്രൗൺ. ഇതിൻ്റെ എന്തെടുത്താലും റസ്റ്റ് ഓറഞ്ച് കോഫി ബ്രൗൺ. ആ കളർ കോമ്പിനേഷൻ എന്തൊരു ഡിമാൻഡാണെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ നല്ല രസമാണ് കേട്ടോ റസ്റ്റ് ഓറഞ്ചും കോഫി ബ്രൗണും കാണാനായിട്ട്. ഇതിൻ്റെ പല്ലു ഇതാണ്, ഭയങ്കര റിച്ച് ആയിട്ടുള്ള പല്ലുവാണ്. കോൺട്രാസ്റ്റ് ബ്ലൗസ് ലൈൻസ് ആയിട്ടാണ് ബ്ലൗസ് വരുന്നത്. ഇതാണ് സാരിയുടെ ബ്ലൗസ്. സ്ലീവിൽ ഇതുപോലൊരു സെറി ബോർഡർ വരെ. അടുത്തുനിന്ന് കാഞ്ചി കോട്ടനാണ് കാണിച്ചു തരുന്നത്. മഹേശ്വരി കോട്ടന് പകരം ഒരു ഹാഷ് കളർ കാഞ്ചി കോട്ടണിൽ വലിയ ബോർഡറിൽ വന്നിട്ടുള്ള വലിയ ബോർഡർ, മയിൽ ഡിസൈനൊക്കെ വരുന്ന വലിയ ബോർഡർ, ബ്ലാക്ക് കളർ ബോർഡറാണ് വരുന്നത്. കാഞ്ചി എന്ന് പറയുന്നത്, കാഞ്ചി ബോർഡർ എന്നൊക്കെ പറയുന്നത് ഈ വലിയ ബോർഡറിനാട്ടോ പറയുന്നത്. ഇതിൻ്റെ മുകൾ ഭാഗം കുഞ്ഞു ബോർഡറാണ് വരുന്നത്, മയിൽ ഡിസൈൻ മാത്രമാണ്. ഇതിൻ്റെ മുന്താണി പല്ലുതേ ഇതാണ് കേട്ടോ. ഇത് രസമെന്ന് നോക്കി, ഇത്രയും വലിയ ബോർഡർ ബ്ലാക്കിൽ വരുന്നത്. എനിക്ക് ബ്ലാക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇതിൻ്റെ ബ്ലൗസ് പ്ലെയിൻ ബ്ലൗസാണ്. നമുക്ക് സ്ലീവിൽ ഇത്രയും വലിയൊരു ബോർഡർ കൊടുക്കാവേ. ഇതാണ് ഇതിൻ്റെ ബ്ലൗസ്. അപ്പോൾ ഈ 4 സാരിയാണ് ഇന്ന് നമ്മൾ വസ്ത്രയിൽ കാണിച്ചിട്ടുള്ളത്. ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വാട്സപ്പിൽ വന്നാൽ മതി, ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞു തരാവേ. അങ്ങനെ ഇരുന്നപ്പോഴേക്കും എന്ത് ചെയ്യും, നമ്മുടെ ഡോബിയോ നന്നാക്കാനായിട്ട് നമ്മുടെ ഡോക്ടർ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആൾ നോക്കിയിട്ട് പറഞ്ഞു ഇതിൻ്റെ ബോർഡ് പോയതാണ്, ഒരു രക്ഷയില്ല. 11,000 രൂപയാണ് ബോർഡിൻ്റെ റേറ്റ് വരുന്നത്. വേണമെങ്കിൽ നിങ്ങൾക്കത് വാങ്ങിയിട്ടാൽ അധികം നാൾ പോകുമെന്ന് ഉറപ്പില്ല. അതുകൊണ്ട് പുതിയൊരു ഡോബിയോ വാങ്ങുന്നതാണ് നല്ലതെന്ന്. 10-25,000 രൂപ കൊടുത്ത് ഡോബിയോ വാങ്ങിച്ചിട്ട് ഇനി ഞാൻ 11,000 രൂപ കൊടുത്ത് ബോർഡ് വാങ്ങിയിടാം, കുഴപ്പമില്ല, കുറച്ച് നാളോട് പോവെങ്കിൽ കുഴപ്പമില്ല. അതിന് ഉറപ്പില്ല കേട്ടോ. വീണ്ടും ഞാൻ 25,000 രൂപ കൊടുത്ത് ഡോബിയോ വാങ്ങിക്കണം. ഡോബിയോ വാങ്ങിച്ചില്ലെങ്കിലും ശരിയാവത്തില്ല. എന്ത് ചെയ്യുമെന്നുള്ള വിഷമത്തിലാണ് ഞാൻ, ആകെ വിഷമത്തിലാട്ടോ. അങ്ങനെ ഇരുന്നപ്പോഴേക്കും നെട്ടയത്തുനിന്ന് കോള് വരുന്നു, കുഞ്ഞിക്ക് വയ്യ, പനി, കുഞ്ഞിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വരൂ. സച്ചിനും പനിയതുകൊണ്ട് സച്ചിനും കൊണ്ടുപോകാൻ പറ്റത്തില്ല എന്ന്. പിന്നെ ഞാൻ എന്ത് ചെയ്തു, ശരി കുഞ്ഞിയെ കൊണ്ടുപോകണ്ടേ. അങ്ങനെ ഓടി ചെന്നപ്പോഴേക്കും ആൾക്ക് ചെറിയ പനിയൊക്കെ ഉണ്ട് കേട്ടോ. PRSൽ കുഞ്ഞിയെ കാണിക്കുന്ന ഡോക്ടറോട് ചോദിച്ചപ്പോൾ ഡോക്ടർ ഉച്ചവരെ ഉണ്ടായിരുന്നുള്ളൂ. ആ ഡോക്ടർ തിരുമലയാണ് താമസം. അവിടെ കൺസൾട്ടേഷൻ ഉണ്ട്. അവിടെ ചെന്ന് ചോദിച്ചപ്പോൾ, അവിടെ വിളിച്ച് ചോദിച്ചപ്പോഴേക്കും 6 മണി വരെ ഡോക്ടറുള്ളൂ. പിന്നെ അത് കഴിഞ്ഞ് വേറെ 1-2 ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോയപ്പോഴും എല്ലാവരും OP ഒക്കെ ക്ലോസ് ചെയ്തു കേട്ടോ. പിന്നെ നേരെ ശ്രീരാമകൃഷ്ണ ഹോസ്പിറ്റലാണ് ഞങ്ങൾ പോയത്. അവിടെ ചെന്നപ്പോൾ ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു, കുഴപ്പമില്ല, ഇത് പോളിയോ എങ്ങാനും എടുക്കാൻ പോയപ്പോൾ അവിടെ നിന്ന് കിട്ടിയതാവും, പേടിക്കാനൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അവൾക്ക് മരുന്ന് കൊടുത്തു. ആ മരുന്ന് തന്നെ കണ്ടിന്യൂ ചെയ്താൽ മതി എന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ കുഞ്ഞിയെ ഹോസ്പിറ്റലിലും കാണിച്ച് നേരെ അവരെ വീട്ടിലും കൊണ്ടാക്കിയിട്ട് ഞാൻ തിരിച്ചിങ്ങി വീട്ടിൽ വന്നു. പിന്നെ വൈകിട്ടത്തെ പുട്ട വിപ്പ്, നാളത്തേക്ക് ചോറിന് അരിയിടൽ, ഇതൊക്കെ തന്നെയാണ് കലാപരിപാടികൾ. പിന്നെ വസ്ത്രയിൽ ഓർഡർ വന്നാൽ അതെല്ലാം നോക്കി എടുത്ത് എഴുതുക, ഇതൊക്കെ തന്നെയാണ് സ്ഥിരം പരിപാടികൾ. അപ്പോൾ എന്തായാലും പുതിയൊരു വിശേഷമായിട്ട് കാണാം. ടാറ്റാ.